കേരള സർവകലാശാല തർക്കത്തിൽ നടക്കുന്നത് എലിയും പൂച്ചയും കളിയാണോ എന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാറിന്റെ ഹർജിയിൽ സർവകലാശാലയോടും VCയോടും കോടതി വിശദീകരണം തേടി. തിങ്കളാഴ്ച വിശദീകരണം നൽകണമെന്ന് കോടതി വ്യക്തമാക്കുന്നു. ബിനിൽ വിവരങ്ങളുമായി. ബിനിൽ, കേരള സർവകലാശാലയിൽ നടക്കുന്നത് എലിയും പൂച്ചയും കളിയാണോ എന്നത് പൊതുജനത്തിന് ഏറെക്കാലമായി തോന്നുന്നതാണ്. ഹൈക്കോടതിയും ആ ചോദ്യം ചോദിക്കുന്നു. കോടതി എന്തൊക്കെ കൂടുതൽ പരാമർശങ്ങൾ ഉണ്ടായോ? രതീഷ്, നമുക്ക് തോന്നുന്ന സ്വാഭാവികമായ സംശയം തന്നെയാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നത്. കാരണം കേരള സർവകലാശാല തർക്കം അത് പല തലങ്ങളിൽ പോകുന്നു, മന്ത്രി ഇടപെടുന്നു, അതിനിടയിൽ VC അയയുമ്പോൾ രജിസ്ട്രാർ മുറുകുന്നു, അങ്ങനെ പല തലങ്ങളിൽ കളി മുന്നോട്ട് പോവുകയാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഹൈക്കോടതി ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് ആ വിമർശനം ഉന്നയിക്കാൻ കാരണമെന്നത് കേരള സർവകലാശാലയിൽ VC സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ അനിൽകുമാർ സിൻഡിക്കേറ്റ് തന്നെ തിരിച്ചെടുത്തു. അതുകൊണ്ട് തനിക്ക് ആ സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട്. അത് VC തടസ്സപ്പെടുത്തുകയാണ് എന്ന ആരോപണവുമായി ഹൈക്കോടതിയിലേക്ക് എത്തുകയായിരുന്നു. തനിക്ക് തൊഴിൽ ചെയ്യാനുള്ള അവസരമൊരുക്കണം, ഇതായിരുന്നു അനിൽകുമാറിന്റെ ആവശ്യം. ആ ഹർജി പരിഗണിക്കവെയാണ് ഈ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും അനിൽകുമാറിന്റെ ഹർജിയിൽ വൈസ് ചാൻസലറോടും സർവകലാശാലയോടും ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുകയാണ്. അവിടെയും ഇനി നടക്കാൻ പോകുന്നത് ഒരു എലിയും പൂച്ചയും കളിയാണ്. കാരണം VCയുടെ നിലപാടുമായി മുന്നോട്ട് പോകും. സർവകലാശാലയുടെ നിലപാട് ചോദിക്കുമ്പോൾ സിൻഡിക്കേറ്റിന്റെ നിലപാടായിരിക്കും സർവകലാശാലയുടെ നിലപാടായി കോടതിയിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇതേ രീതിയിൽ സമാനമായ മറ്റൊരു കളി കൂടി നമുക്ക് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ കാണാനും കഴിയും.